കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മികച്ച വിജയം നേടിയ അഡ്വക്കേറ്റ് കെ ജയന്താണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരവും വിജയവും? മത്സരം കടുത്ത മത്സരമായിരുന്നു. മറികടന്ന് ജയിച്ചു വരാൻ സാധിച്ചു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. കേരളത്തിലാകമാനം ഒരു തരംഗമുണ്ടായിരുന്നു. അത് തീർച്ചയായും കോഴിക്കോട് നോർത്തിലും ഉണ്ടായിട്ടുണ്ട്. നോർത്ത് ഒരു ടഫ് സീറ്റായിരുന്നു. കാരണം ഡീലിമിറ്റേഷന് ശേഷം കോഴിക്കോട് നോർത്തിൻ്റെ സാധ്യതകൾ വളരെ UDFന് ജയിച്ചു കയറാൻ വളരെ പ്രയാസമുണ്ടായിരുന്ന ഒരു സീറ്റായി മാറിയിരുന്നു ഡീലിമിറ്റേഷന് ശേഷം. മാത്രമല്ല കഴിഞ്ഞ 10-25 വർഷമായി നമുക്കിവിടെ ജനപ്രതിനിധി ഇല്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏതാണ്ട് 7000-ഓളം വോട്ട് പുറകിലായിരുന്നു. അപ്പോൾ അത് മറികടന്ന് വരിക എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. സംഘടനാപരമായ ദൗർബല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ UDFൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി പ്രവർത്തിച്ച് നേടിയെടുത്ത ഒരു വിജയമായിട്ടാണ് നോർത്തിൻ്റെ വിജയത്തെ കാണുന്നത്. അതോടൊപ്പം ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ, അതോടൊപ്പം ഞാൻ ഈ നഗരത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിനപ്പുറമായി അതീതമായി വോട്ടുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിയത്. ഈ മണ്ഡലത്തിൽ BJP വോട്ട് വീതം കൂട്ടിയിട്ടുണ്ട്. അതിനെങ്ങനെയായിരുന്നു കാണുന്നത്? അല്ല, അത് പരിശോധിക്കേണ്ടതാണ്. വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വൺ ടൈം ഫിനോമിനനായിട്ടാണ് കാണുന്നത്. അതൊക്കെ വരും ദിവസങ്ങളിൽ പ്രവർത്തനത്തിലൂടെ അതൊക്കെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മണ്ഡലത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വികസന പ്രവർത്തനം എന്തായിരിക്കും? ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഏതായാലും വ്യക്തിപരമായി ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് ഒരു തീരുമാനം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ പരമാവധി ജനങ്ങളുമായി സംസാരിച്ച് ഒരു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പ്രയോറിറ്റി നമുക്ക് ഫിക്സ് ചെയ്യണം. കാരണം വികസന രംഗത്ത് ഒരുപാട് പുറകോട്ട് നമ്മൾ പോയി. കേരളത്തിൻ്റെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആയിരുന്നു കോഴിക്കോട്. പക്ഷേ നമ്മളെ മറികടന്ന് കൊച്ചി ബഹുദൂരം മുന്നോട്ട് പോയി. തിരുവനന്തപുരം നമ്മളെ മറികടന്ന് പോകുന്നു. അപ്പോൾ കോഴിക്കോടിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതിവിടെയുള്ള രാഷ്ട്രീയ എല്ലാ പാർട്ടികളോടും ഇലക്ഷൻ കഴിയുന്നതോടുകൂടി രാഷ്ട്രീയം അവസാനിക്കുകയാണല്ലോ. ഇപ്പോൾ നഗരസഭ ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഈ നഗരത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്. അതുകൂടാതെ ഈ നഗരത്തിൻ്റെ വളർച്ച ആഗ്രഹിക്കുന്ന സാംസ്കാരിക രംഗത്തുള്ളവരുടെ എല്ലാവരുമായി സംസാരിച്ച് പ്രയോറിറ്റി ഫിക്സ് ചെയ്ത് എല്ലാം നടപ്പാക്കും. നമ്മളെന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടപ്പാക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല.